ഹലോ ഫ്രണ്ട്സ്, സാന്ദ്രാസ് വീട്ടിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. ഈ കഥയിലെ നായകന്റെ പേര് ശ്യാം എന്നാണ്. ശ്യാമിന്റെ കുടുംബം ഒരു കൂട്ടുകുടുംബമായിരുന്നു. എന്നാൽ ശ്യാമിന്റെ ജന്മത്തോടെ ആ കുടുംബത്തിലെ പലരും പല ഭാഗത്തായി ജീവിക്കാൻ തുടങ്ങി. ശ്യാമിന്റെ അച്ഛനും അമ്മയുമാണ് മുത്തശ്ശിയെ നോക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ എല്ലാ കുടുംബക്കാരും ഇവിടെ ഒരുമിക്കും. അങ്ങനെ ഇരിക്കെ ശ്യാം വളർന്ന് വലുതായി. ശ്യാം ഇപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ശ്യാമിന്റെ കല്യാണം നോക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ശ്യാം നടത്താൻ ഓരോ കാരണം പറഞ്ഞു ഒഴിവാകും. കാരണം ശ്യാമിന്റെ മനസ്സിൽ വേറെ ഒന്നായിരുന്നു. അവന്റെ അമ്മ ഗീത. ഗീത ആ വീട്ടിലെ മൂത്ത മരുമകളാണ്. ഗീതയെ പറ്റി പറഞ്ഞാൽ തമിഴ്നാട് കാതറിൻ ട്രേസിയെ പോലെയുണ്ട്. ചെറുപ്പത്തിലേയുള്ള കല്യാണവും പ്രസവവും കൊണ്ട് ഗീത വണ്ണം വെച്ചു. പക്ഷേ ഗീത നന്നായി പണിയെടുക്കുന്നത് കൊണ്ട് കുറച്ച് വർഷങ്ങൾ കൊണ്ട് അവൾ പഴയ പോലെ ഒരു തുടുത്ത ഒരു പെൺകുട്ടിയായി. ശ്യാമിന്റെ പ്രസവത്തിന് ശേഷം ശ്യാമിന്റെ അച്ഛൻ മറ്റൊരു കുട്ടിയെ നോക്കിയില്ല. അതിൽ ഗീതയ്ക്ക് വിഷമമുണ്ടെങ്കിലും ഭർത്താവിന്റെ ഇഷ്ടമായിരുന്നു അവളുടെയും. ഗീത കൂടുതൽ നേരം അമ്മയുടെ കൂടെ ഉള്ളത് കൊണ്ട് മറ്റുള്ള മരുമകൾക്കും മകൾക്കും ഇവളോട് ചെറിയ അസൂയയുണ്ട്. എന്നാൽ കോളേജിൽ പഠിക്കുമ്പോൾ തൊട്ട് അമ്മയെ ഒന്ന് ചെയ്യാൻ ആഗ്രഹിച്ചവനാണ്. അമ്മ അന്ന് മയത്ത് ഒട്ടിയ സാരിയുമായി അവൻ്റെ മുന്നിൽ വന്നത് തൊട്ട് അവന് അമ്മ എന്ന ജീവനാണ്. അമ്മയെ കല്യാണം കഴിക്കാൻ അതിയായ ആഗ്രഹം വന്നത് അപ്പോഴാണ്. അവൻ്റെ ആഗ്രഹം കൂടിക്കൂടി വന്നപ്പോൾ അവന് എങ്ങനെയെങ്കിലും അമ്മയെ സ്വന്തമാക്കണമെന്ന മോഹമായി. അവൻ ഇത് അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞു. ശ്യാം പറഞ്ഞു, ഇനി പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എനിക്ക്. എൻ്റെ അമ്മയെ സ്വന്തമാക്കണം, എൻ്റെ ഭാര്യയാക്കണം. അതിന് നീ എന്തെങ്കിലും വഴി പറഞ്ഞു താടാ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ആ, കിട്ടി. എന്താടാ, നീയല്ലേ പറഞ്ഞത് നിന്റെ കുടുംബത്തിൽ എല്ലാവരും അന്ധവിശ്വാസികളാണെന്ന്? ആ വഴി ഒന്ന് ശ്രമിച്ചു നോക്ക്. എങ്ങനെ? അതറിയില്ല, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഞാനും ആലോചിക്കാം. അങ്ങനെ അവർക്കൊരു ഐഡിയ കിട്ടാതിരിക്കുമ്പോഴാണ് ശ്യാമിന് വീട്ടിൽ നിന്ന് കോള് വരുന്നത്. അവിടെ എല്ലാവരും വന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ ശ്യാം വീട്ടിലെത്തി. അവിടെ എല്ലാവരും നിരാശയിലായിരുന്നു. എന്താ എല്ലാവരും വിഷമത്തിൽ? മോനെ, നമ്മുടെ കുടുംബത്തിൽ എന്തോ പ്രശ്നമുണ്ട്. അത് നിന്റെ അമ്മയ്ക്ക് പരിക്ക് പറ്റി. അത് കഴിഞ്ഞ് നിന്റെ അച്ഛനും. ഇപ്പോൾ ഇതാ നിന്റെ കൊച്ചച്ഛന്മാർക്കും അമ്മായിമാർക്കും ഓരോ പ്രശ്നങ്ങൾ. ഞാനൊരു ജ്യോത്സ്യനെ നോക്കുകയാണ് ഇതിന്റെ പ്രശ്നം അറിയാൻ. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല് എന്ന് പറഞ്ഞ പോലെയായിരുന്നു ശ്യാമിന് അപ്പോൾ തോന്നിയത്. മുത്തശ്ശി, ഞാനത് പറയാൻ വരികയായിരുന്നു. ഇന്ന് ഞാൻ ജ്യോത്സ്യനെ കണ്ടു. അയാൾ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇന്ന് അയാൾ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഞാൻ പറയാതെ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ അയാളെ നാളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പോവുകയായിരുന്നു. അതെയോ, നന്നായി. എന്നാൽ വേഗം തന്നെ അയാളെ വിളിച്ചു. ശരി മുത്തശ്ശി. ശ്യാം കുറേ നേരം ആലോചിച്ചതിന് ശേഷം വേഗം തൻ്റെ കൂട്ടുകാരനോട് ഒരു കള്ളസ്വാമിയെ ഒപ്പിക്കാൻ പറഞ്ഞു. എന്നാൽ അയാൾക്ക് എല്ലാം തന്ത്രങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ശ്യാം തൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ സ്വാമിയുടെ അടുത്തെത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആദ്യം സമ്മതിച്ചില്ല. പക്ഷേ കുറേ കാശ് തരാമെന്ന് പറഞ്ഞപ്പോൾ ശ്യാമിനെയും അമ്മയെയും കൊണ്ട് വിവാഹം നടത്തി തരാമെന്ന് ഉറപ്പ് നൽകി. അങ്ങനെ ശ്യാം വീട്ടിൽ ഈ കാര്യം പറഞ്ഞു. അതിനുശേഷം ശ്യാം വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ വീട്ടുകാരറിയാതെ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ സ്വാമി അവരുടെ വീട്ടിലെത്തി. വന്നാലും സ്വാമി കുറേ മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട്, ഇവിടെ കിഴക്ക് എവിടെയാണ്? ദേ അവിടെയാണ്. വന്നാലും സ്വാമി കവടി നിരത്തി ഓരോ മന്ത്രങ്ങൾ പറയാൻ തുടങ്ങി. നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമുണ്ട്. ഈ പ്രശ്നം തുടങ്ങുന്നത് ഒരു സ്ത്രീയിൽ നിന്നാണല്ലോ. അവളൊരു മാസം മുൻപ് ചവിട്ടുപടിയിൽ നിന്ന് വീണു. അതിനുശേഷം ആ സ്ത്രീയുടെ ഭർത്താവിനും ഓരോ അപകടം പറ്റി അല്ലേ? അതെ. സ്വാമിക്ക് ഇതെങ്ങനെ? എല്ലാം അറിയുന്നതിന് മുകളിലുണ്ടല്ലോ. അദ്ദേഹം കാണിച്ചു തന്നു. ഈ അപകടത്തിന് കാരണം എന്താണാവോ? സ്വാമി കുറേ നേരം കണ്ണടച്ചു. ആഗ്രഹിച്ച ഒരു കല്യാണം കഴിക്കാൻ പറ്റാതെ ആരെങ്കിലും ഇവിടെ മരണപ്പെട്ടിട്ടുണ്ടോ? എല്ലാവരും ഞെട്ടലോടെ പരസ്പരം നോക്കി. ഉണ്ട്, എൻ്റെ മൂത്ത മകൻ കല്യാണ തലേന്ന് പാമ്പ് കടിച്ച് മരിച്ചു. അവൻ്റെ കല്യാണ പെണ്ണായിരുന്നു ഗീത. അന്ന് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് എൻ്റെ രണ്ടാമത്തെ മകൻ ഇവളെ വിവാഹം കഴിച്ചത്. ഇതെല്ലാം ഞാൻ മുന്നേ സ്വാമിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വാമി പറഞ്ഞു,
അപ്പോൾ അത് തന്നെ പ്രശ്നം. നിങ്ങളുടെ മൂത്ത മകനാണ് ഇതിന്റെ കാരണം. അദ്ദേഹം നിറവേറ്റാത്ത ആഗ്രഹത്തോടെയാണ് മരിച്ചുപോയത്. എന്താഗ്രഹം? വിവാഹം, നിങ്ങളുടെ മൂത്ത മരുമകളായിട്ടുള്ള കല്യാണം. എന്ത്? അതെങ്ങനെ? അവനപ്പോൾ മരിച്ചില്ലേ? ഇപ്പോൾ അവളുടെ കല്യാണം ഇനി രണ്ടാമത്തെ മകനുമായി നടക്കുകയും ചെയ്തു. അതെ, പക്ഷേ ഇപ്പോൾ നടക്കുന്നതെല്ലാം നിങ്ങളുടെ മകന്റെ ആഗ്രഹിച്ച കാര്യം ചെയ്യാൻ പറ്റാത്തതിന്റെ നിരാശയാണ്. അത് ഇനിയും ആവർത്തിക്കും. അത് ഞങ്ങൾ ഇപ്പോൾ എന്താണ് ചെയ്യുക? വിവാഹം, നിങ്ങളുടെ മൂത്ത മകന്റെയും മരുമകളുടെയും വിവാഹം. അത് എങ്ങനെ പറ്റും? അവൻ മരിച്ചില്ലേ? അവൻ വീണ്ടും പുനർജീവിച്ചിരിക്കുന്നു. ശ്യാമിനെ നോക്കിക്കൊണ്ട് സ്വാമി പറഞ്ഞു, നിങ്ങളുടെ പേരക്കുട്ടിയുടെ രൂപത്തിൽ. അത് കേട്ടതും എല്ലാവരും ഞെട്ടി. ശ്യാമൻ ഞെട്ടൽ അഭിനയിച്ചുകൊണ്ട്, എന്ത്, ഞാനോ? സ്വാമി, നിങ്ങളുടെ ഈ ചെറുമകനും നിങ്ങളുടെ ഈ മരുമകളും തമ്മിലുള്ള വിവാഹം നടക്കണം. കല്യാണം മാത്രം പോരാ, അവർ ദാമ്പത്യ ജീവിതവും ആരംഭിക്കണം, ഭാര്യ ഭർത്താക്കന്മാരെ പോലെ. എല്ലാവരും കൂടി പറഞ്ഞു, ഇത് നടക്കില്ല. മകൻ അമ്മയെ വിവാഹം കഴിക്കാനോ? നടക്കില്ല. സ്വാമി എന്താ പറയുന്നത്? ഇതല്ലാതെ വേറെ മാർഗം എന്നത് ആരാണോ ഈ പ്രശ്നത്തിന് കാരണമായി നിൽക്കുന്നത് അതിനെ ഒഴിവാക്കുക. ഇത് കേട്ടപ്പോൾ ശ്യാം ശരിക്കും ഞെട്ടി. ഞാൻ ഇത് എന്താ പറയുന്നത് എന്ന് വിചാരിച്ചു. അതൊരിക്കലും നടക്കില്ല. എന്നാൽ ഞാൻ മുൻപ് പറഞ്ഞത് നടത്തിക്കോ. അതല്ല, ഇനി വേറെ ആളുകളെ കാണാൻ പോവാണെങ്കിലും അവരും ഇത് തന്നെയാണ് പറയുക. പിന്നെ എത്രയും പെട്ടെന്ന് വേണം തീരുമാനിക്കാൻ. ഇവരുടെ ആരുടെയെങ്കിലും ജീവൻ അപകടത്തിലാവും. നിങ്ങളുടെ കുടുംബത്തിന്റെ നാശമായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ മരണം വരെ സംഭവിക്കാം. അതും പറഞ്ഞ് അയാൾ പോയി. ശ്യാം സ്വാമിയെ കൊണ്ടാക്കാൻ വണ്ടി എടുത്തു പോയതും വണ്ടി നിയന്ത്രണം വിട്ട് മതിൽ പോയിടിച്ചു. അല്ല, ശ്യാം ഇടിപ്പിച്ചു. സ്വാമി വേഗം തന്നെ കാലിൽ നിന്നിറങ്ങി. ശബ്ദം കേട്ട് വീട്ടുകാരും പുറത്തിറങ്ങി. കണ്ടില്ലേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങളുടെ കൂടെ ഞാൻ നിന്നാൽ എൻ്റെ ജീവിതം കൂടി അപകടത്തിലാവും. അത് പറഞ്ഞ് സ്വാമി അവിടെ നിന്ന് പോയി. ഇതും കൂടി കണ്ടതോടെ വീട്ടിൽ രണ്ട് ഗ്രൂപ്പായി. എൻ്റെയും അമ്മയുടെയും കല്യാണം നടത്താമെന്നുള്ളവരും അത് വേണ്ട എന്നുള്ളവരും. കല്യാണം വേണ്ട എന്ന് പറയുന്നവരിൽ ഞാനും അച്ഛനും അമ്മയും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും ജീവൻ പേടിച്ചു കല്യാണത്തിന് സമ്മതിക്കുകയായിരുന്നു. അമ്മായി പറഞ്ഞു, അമ്മേ, ഈ കല്യാണം നടക്കണം, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ തന്നെ പ്രശ്നമാണ്. പണ്ടേ ചേട്ടൻ ഗീത ചേച്ചിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ മരിച്ചുപോയി ആ ഇഷ്ടമുണ്ട്. അങ്ങനെയുള്ളവരെ ഭയക്കണം. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ എന്താ പറയുന്നത്? എൻ്റെ ഭാര്യയുടെയും മോൻ്റെയും കല്യാണത്തിന് സമ്മതിക്കാനോ? അതെ, നീ സമ്മതിക്കണം മോളെ. നീയോ? എനിക്ക് എൻ്റെ അമ്മയെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഞാൻ അത് ചിന്തിച്ചിട്ടില്ല. അത് പറഞ്ഞൊരു ദേഷ്യത്തിൽ അവൻ അവിടെ നിന്ന് പോയി. അവൻ താഴെ നോക്കുമ്പോൾ മുത്തശ്ശി ഗീതയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. മോളെ, നീ ഇത് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തേ പറ്റൂ. അമ്മ, ഇത് എന്താ പറയുന്നത്? ഞാൻ ഇതിനൊരിക്കലും സമ്മതിക്കില്ല. അതും പറഞ്ഞ് അച്ഛൻ പുറത്തേക്ക് പോയി. പിന്നെ ഒരു ഫോൺ കോൾ വന്നു. അച്ഛന് വണ്ടി ഇടിച്ച് ആശുപത്രിയിലാണ്. പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചത് കൊണ്ട് കുഴപ്പമില്ല. കൈക്ക് ചെറിയ പരിക്ക് മാത്രം. അച്ഛനെ കൊണ്ട് അച്ഛൻ്റെ അനിയന്മാർ കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ശ്യാമിന് ചെറിയ പേടിയായി. ശ്യാം മനസ്സിൽ, ഇനിയിപ്പോൾ ശരിക്കും അങ്ങനെയുണ്ടോ? വെറുതെ ആവും. ഇത് അച്ഛൻ ടെൻഷനിൽ റോഡ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് മതിയായിരുന്നു എല്ലാവർക്കും എൻ്റെ അമ്മയുടെയും കല്യാണം നടത്താൻ. അച്ഛനും മനസ്സോടെ സമ്മതിച്ചു. എന്നാൽ ശ്യാം കുറച്ച് ദേഷ്യം നടിച്ചു. ഇല്ല അമ്മൂമ്മ, എന്തായി പറയുന്നേ? നീ ഒന്ന് പറയുന്നത് കേൾക്ക്. കുറച്ച് വർഷമല്ലേ, നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ മാറുന്നത് വരെ നീ നിൻ്റെ അമ്മയെ നീ സ്വന്തം ഭാര്യയെ പോലെ കാണണം. കുറച്ചു നേരം ആലോചിച്ചിട്ട് ശ്യാം, ശരി, ഞാൻ കല്യാണത്തിന് സമ്മതിക്കും. ഞാൻ അമ്മയെ ഭാര്യയായി കണ്ടാലും അമ്മ എന്നെ ഭർത്താവായി കാണില്ല. അതുകൊണ്ട് എനിക്ക് നിബന്ധനകളുണ്ട്. എന്ത്? ഒന്ന്, അമ്മ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്നെ ഒരു ഭർത്താവ് എന്ന നിലയിൽ കാണണം. ഒരു ഭർത്താവിന് ഭാര്യ എങ്ങനെയാണോ അതുപോലെ അമ്മ എന്നോട് പെരുമാറണം. കല്യാണത്തിന് ശേഷം എൻ്റെ ഭാര്യയോട് എങ്ങനെയാണോ നിങ്ങൾ പെരുമാറുക അതുപോലെയാണോ നിങ്ങൾ അമ്മയോടും പെരുമാറാൻ. കല്യാണത്തിന് ശേഷം അമ്മയുടെ മേലെ എനിക്ക് മാത്രമായിരിക്കും അവകാശം. അച്ഛന് പോലും ഉണ്ടാവില്ല. ഒരു ഭാര്യയുടെ ധർമ്മം അമ്മ മുഴുവനായി പാലിക്കണം. എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അമ്മയെ ധരിപ്പിക്കണം. എനിക്ക് ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിയെ പോലെ അമ്മയെ മാറ്റും. അത് നിങ്ങൾ ആരും ചോദിക്കാൻ പാടില്ല. പിന്നെ എൻ്റെയും ഭാര്യയുടെ ഇടയിൽ നിങ്ങൾ ആരും വരാനും പാടില്ല. അമ്മയുടെയും എൻ്റെയും കല്യാണത്തെയും ഡ്രസ്സ് ഞാൻ സെലക്ട് ചെയ്യും. സാധാരണ ഒരു കല്യാണം എങ്ങനെ ഉണ്ടാകുന്നോ അതുപോലെ നടത്തണം. ആളുകളില്ലെങ്കിൽ പോലും. പിന്നെ കല്യാണത്തിന് ശേഷം എല്ലാ വധുവരന്മാരും പോകുന്ന പോലെ ഞങ്ങളും ഹണിമൂണിന് പോകും. കല്യാണത്തിന് ശേഷം ഞാൻ അമ്മയെ എവിടെ കൊണ്ടുപോയാലും ഇവിടെ ആരും ചോദിക്കാൻ പാടില്ല. ചുരുക്കി പറഞ്ഞാൽ, എൻ്റെ കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ഭാര്യയോട് എങ്ങനെ പെരുമാറുന്നു അതുപോലെ വേണം നിങ്ങൾ ഞങ്ങളോട് പെരുമാറാൻ. മോനെ, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഉണ്ട്. ഞങ്ങളുടെ കല്യാണം മാത്രം കഴിഞ്ഞാൽ പോരെ? ഭാര്യ ഭർത്താവിനെ പോലെ കഴിയണമെന്നല്ലേ സ്വയം പറഞ്ഞ്? അതിന് ഇതൊക്കെ വേണം. മുത്തശ്ശി കുറേ നേരം ആലോചിച്ചതിന് ശേഷം എല്ലാത്തിനും സമ്മതം നൽകി. അതിനുശേഷം മുത്തശ്ശി വീട്ടിലെ എല്ലാവരോടും ഈ കാര്യം പറഞ്ഞു. അമ്മയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു, പക്ഷേ ബാക്കി എല്ലാവർക്കും സമ്മതമായിരുന്നു. ഇത് എല്ലാം ഒരാൾ കല്യാണം കഴിഞ്ഞാൽ ചെയ്യുന്നതല്ലേ എന്നാണ് അവരുടെ അഭിപ്രായം. അച്ഛനൊന്നും മിണ്ടാൻ പറ്റാതെ അവിടെ നിന്നു.
ഇല്ല, ഞാൻ സമ്മതിക്കില്ല. മുത്തശ്ശി ദേഷ്യത്തോടെ പറഞ്ഞു. മതി, നിർത്തിക്കോ. നീ എൻ്റെ മോനെ കല്യാണം കഴിക്കും. അവൻ പറയുന്ന പോലെ നീ എല്ലാം അനുസരിക്കും. അത് ഞാൻ അവൻ കൊടുത്ത വാക്കാണ്. അത് കേട്ടെന്ന് അമ്മ ഭയന്നു. അമ്മ ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടു നിന്നു. പിന്നീട് മുത്തശ്ശി അമ്മാവനോട് സ്വാമിയെ വിളിക്കാൻ പറഞ്ഞു. അമ്മാവൻ അയാളെ വിളിച്ചു. ഇതിനൊക്കെ മുൻപ് ശ്യാം അയാളെ വിളിച്ച് ഇവരോട് പറയാനുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. അത് അമ്മാവൻ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു. അമ്മേ, സ്വാമി പറഞ്ഞ 2 ആഴ്ച കഴിഞ്ഞാൽ ഏട്ടൻ്റെയും ചേച്ചിയുടെയും കല്യാണം നടത്താൻ ഉദ്ദേശിച്ച നാളാണ് വരുന്നത്. അപ്പോഴാണ് നടത്തുന്നതാണ് നല്ലത് എന്ന. ആ, ഞാനും അത് സ്വാമിയോട് ചോദിക്കാൻ എന്നതാ. എന്തായാലും അത് സ്വാമി പറഞ്ഞ് നന്നായി. പിന്നെ കുറച്ച് കാര്യങ്ങൾ സ്വാമി പറഞ്ഞു. എന്താ അത്? കുറച്ച് കാര്യങ്ങൾ. ചേച്ചിയുടെ മുന്നത്തെ കല്യാണത്തിൻ്റെ ഒരു ഓർമ്മയും വെച്ച് ഈ കല്യാണത്തിന് വരാൻ പാടില്ല. അതിന് ഏട്ടൻ ചേച്ചിയുടെ കഴുത്തിൽ കെട്ടിയ താലിമാല അയക്കണം. നെറ്റിയിലെ സിന്ദൂരം പാലൊഴിച്ച് കളയണം. ഏട്ടൻ ചേച്ചി കല്യാണം കഴിഞ്ഞ് കൊടുത്ത ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ കൂടാതെ അതുപോലെ എല്ലാം ഉപേക്ഷിച്ച് വേണം ചേച്ചി കല്യാണം കഴിക്കാൻ. അതുകൊണ്ട് ഇതെല്ലാം ഇന്ന് രാത്രി ചെയ്യണം. നാളെ തൊട്ട് ചേച്ചി ഒരു കല്യാണം കഴിയാത്തൊരു സ്ത്രീയായി മാറണം. പിന്നെ ചേച്ചിയുടെ പൂർണ്ണ മനസ്സോടെ ക്ഷേമമായിട്ടുള്ള ജീവിതം ജീവിക്കണം. ഒരു ഭാര്യാഭർത്താവ് ചെയ്യുന്ന എല്ലാം ചെയ്യണം. ശരീരമായി മനസ്സായി മുന്നത്തെ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ എല്ലാം മറക്കണം. ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ പറയുന്ന രീതിയിലാവണം ചേച്ചിയുടെ ജീവിതം. വീട്ടുകാരും അങ്ങനെ തന്നെ കരുതണം. പുതിയ ആഭരണങ്ങളും പുതിയ വസ്ത്രങ്ങളുമായിരിക്കണം നാളെ തൊട്ട് ഗീത ധരിക്കേണ്ടത്. കയ്യിൽ മൈലാഞ്ചി എഴുതി തൻ്റെ വരൻ്റെ പേര് നടുവിൽ എഴുതണം. പുതിയൊരു മുറി ഇവർക്കായി ഒഴിച്ചിടണം. അത് കല്യാണത്തിന് ശേഷം ഇവർക്ക് താമസിക്കാനുള്ളതാണ്. ഇതിനെ എതിർക്കുന്നവർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെടാം. ഗീതയും ശ്യാമും പൂർണ്ണ മനസ്സോടെ ഭാര്യാഭർത്താക്കന്മാരായി 3 വർഷം ജീവിക്കണം. അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ മാറില്ല. ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ശ്യാമിൻ്റെ ജീവൻ ആപത്താണ്. പിന്നീട് ഓരോരുത്തർക്കായി അപകടം വരാം. ഇതും കേട്ടതും ഗീത കരഞ്ഞുകൊണ്ട് റൂമിൽ കയറി. മുത്തശ്ശി പിന്നാലെ ചെന്ന് ആശ്വസിപ്പിച്ചു. പിന്നീട് കുറച്ചു കഴിഞ്ഞ് റൂമിൽ നിന്ന് ഗീതയും മുത്തശ്ശി ഇറങ്ങി വന്നു. പിന്നീട് സ്വാമി പറഞ്ഞ പോലെ താലിമാലയും സിന്ദൂരവും അച്ഛൻ ഗീതയിൽ നിന്ന് മാറ്റി. ഗീതയുടെ മനസ്സിൽ, ദൈവമേ, ഇത് എന്തൊക്കെയാണ് നടക്കുന്നത്? ഞാൻ ജീവൻ തുല്യം സ്നേഹിച്ച എൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടുകയാണ്. എനിക്ക് എങ്ങനെയാണ് എൻ്റെ മോനെ ഭർത്താവായി കാണാൻ പറ്റുക? ഇപ്പോൾ തന്നെ എന്നെ കൊന്നു തന്നിരുന്നെങ്കിൽ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലായിരുന്നു. ഗീതയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും ശ്യാം അടുത്ത പ്ലാൻ ഇട്ടിരുന്നു. ശ്യാം തൻ്റെ അമ്മാവൻ്റെ മോളായ ശാലുവിനെ വിളിച്ചു. കാരണം ശാലുവിൻ്റെയും ഗീതയുടെയും ശരീരം ഒരേപോലെ ആയിരുന്നു. അതുകൊണ്ട് ശാലുവിനെ കൊണ്ട് കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് ശ്യാം. അതിനായി ശ്യാം അമ്മയുടെ പഴയ ബ്ലൗസ് എടുത്തിരുന്നു. അങ്ങനെ അവർ ഒരു കടയിൽ കയറി. വരൂ സാർ, എന്താണ് വേണ്ടത്? ചേട്ടാ, കുറച്ച് ബ്ലൗസ് അടിക്കണം. വേഗം തന്നെ വേണം. ബ്ലൗസ് പ്ലീസ്. ഇന്ന എങ്ങനത്തെ ഡിസൈനാണ് വേണ്ടത് സാർ? സ്ലീവ്ലെസ് ബ്ലൗസ് മതി. പിന്നെ ബാക്കിൽ 2 ഹുക്ക് മാത്രം മതി. കടക്കാരൻ ശ്യാമിനെ കുറച്ച് ഡിസൈൻ കാണിച്ചു കൊടുത്തു. ശ്യാം അതിൽ അവന് ഇഷ്ടപ്പെട്ട ഡിസൈൻ കാണിച്ചു കൊടുത്തു. ചേട്ടൻ 3 ദിവസത്തിനുള്ളിൽ വേണം. കാശ് എത്ര ആയാലും കുഴപ്പമില്ല. സാർ പോയിട്ട് വാ, ഞാൻ റെഡിയാക്കി വയ്ക്കാം. അതും കഴിഞ്ഞ് അവർ തുണിക്കടയിൽ കയറി. വരൂ സാർ, എന്താ വേണ്ടത്? ഇവിടെ സെയിൽസ് ഗേൾ ഇല്ലേ? അയാൾ ഒരു സെയിൽസ് ഗേളിനെ വിളിക്കുന്നു. ഞങ്ങൾ അവളുടെ പിന്നാലെ പോയി. മാഡം പറയൂ. എനിക്ക് അടിവസ്ത്രങ്ങൾ വേണം. സെയിൽസ് ഗേൾ അവിടെയുള്ള പുതിയ സെലക്ഷൻ കാണിച്ചു കൊടുത്തു. ശ്യാം മൊത്തം മോഡേൺ ഡ്രസ് സെലക്ട് ചെയ്യുന്നത് കണ്ട് ശാലുവിന് അത്ഭുതവും അതോടൊപ്പം ഒരു നാണവും വന്നു. അടിവസ്ത്രങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ കുറേ സാരിയും ഗീതയ്ക്ക് വേണ്ടി വാങ്ങിച്ചു. വസ്ത്രങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞപ്പോൾ അവർ നേരെ ആഭരണങ്ങളുടെ ഷോപ്പിങ്ങിലേക്ക് പോയി. അവിടെ കുറേ സ്വർണ്ണമാല വാങ്ങിച്ചു. പിന്നെ ഒരു താലിമാലയും വാങ്ങി. ശ്യാമിന് ചരടിലുള്ള താലിമാല ഗീതയ്ക്ക് ഇപ്പോൾ വേണമെങ്കിലും അയക്കാൻ പറ്റും. ലോക്കുള്ള താലിമാലയാണെങ്കിൽ വേറെ ഒരാളുടെ സഹായം വേണം. അതിന് ഗീതയ്ക്ക് ശ്യാമിനെ തന്നെ വിളിക്കാം. ആ താലിമാലയിൽ ശ്യാം തൻ്റെ പേര് എഴുതി. അങ്ങനെ എല്ലാം കഴിഞ്ഞു. അമ്മയെ കെട്ടാൻ നടക്കുന്ന വൃത്തികെട്ടവൻ. അച്ഛാ, അതിന് അമ്മ പറഞ്ഞിട്ടാണ്. നിങ്ങൾ സമ്മതിച്ചില്ലേ? എന്താ ഇവിടെ പ്രശ്നം? മുത്തശ്ശിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. മോനെ, നീ നിന്റെ ഭാര്യയെ മകന് കെട്ടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ വേണ്ട. പക്ഷെ നിന്റെ ഈ തീരുമാനം കാരണം നമ്മുടെ മുഴുവൻ കുടുംബമാണ് അപകടത്തിൽപ്പെടാൻ പോകുന്നത്. ഒരു 3 കൊല്ലത്തെ കാര്യമാണ്. നീ വേറെ ആരെയുമല്ലല്ലോ, സ്വന്തം മകനെയല്ലേ അവൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. നീ സമ്മതിക്ക്. ഇനി നീ സമ്മതിച്ചില്ലെങ്കിൽ ഇതിന് കാരണമായ നിന്റെ ഭാര്യയെ നിന്റെ ചേട്ടൻ്റെ അടുത്തേക്ക് തന്നെ വിടും. എനിക്ക് നിന്റെ ഭാര്യയേക്കാൾ വലുത് എൻ്റെ കുടുംബമാണ്. അത് കേട്ടതോടെ അമ്മയ്ക്കും അച്ഛനും ഒന്നും ചെയ്യാനും പറയാനും പറ്റാതെയായി. ചേട്ടാ, സമ്മതിക്കാം. അവനല്ലേ. ചേട്ടൻ പേടിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. അമ്മ പറഞ്ഞപ്പോൾ അച്ഛന് മറ്റൊന്നും ചിന്തിച്ചില്ല. സമ്മതം മോളെ. എന്നാൽ അവർക്കറിയില്ലല്ലോ ഞാൻ അമ്മയെ ജീവിതാവസാനം വരെ ഭാര്യയാക്കാനാണ് നോക്കുന്നതെന്ന്. ഇനിയിപ്പോൾ ആര് വിചാരിച്ചാലും കല്യാണം മുടക്കാനും പറ്റില്ല എന്ന് മനസ്സിലായതോടെ ശ്യാം തൻ്റെ അമ്മയെ തന്നിലേക്ക് അടുപ്പിക്കാനുള്ള മാർഗം കണ്ടെത്താൻ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ സ്റ്റോറി ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്ന് കമൻ്റ് ഇടുക. അപ്പോൾ നമുക്ക് പുതിയൊരു കഥയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.